ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നിലവിലുള്ള ഇത് വെച്ചിട്ടുള്ള രീതിയിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിമുഖീകരിക്കുക. വേറെ ലെവല് അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലാലേട്ടൻ്റെ ഇന്റർവെൽ പഞ്ചും എല്ലാം നല്ലതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലുക്കിൽ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. നല്ലതായിട്ടുണ്ട്. ഹൈലൈറ്റ് മേക്കിംഗ് തന്നെയാണ് ഹൈലൈറ്റ് വരുന്നത്. അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് അനുഭവമാണ്. അതായത് നമ്മൾ എക്സ്പെക്ടേഷനിൽ വന്നുകൊണ്ടായിരിക്കും. പക്ഷെ ലൂസിഫർ നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നിട്ടുള്ളൊരു ഓറുണ്ട്. ആ ഒരു സാധനം ഇതിൽ കിട്ടിയില്ല എന്ന് വേണം പറയാൻ. ഒരു അങ്ങനത്തെ ഒരു സാധനം. അതായത് ഇപ്പോൾ അവസാനം ഒരു പൊടിക്ക് നമ്മൾ ലൂസിഫർ ഫസ്റ്റ് ഹാഫ് കിട്ടിയൊരു ഒരു സാധനം എമ്പുരാൻ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടില്ല. ബിക്കോസ് അതിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ലാലേട്ടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ലൂസിഫർ അവസാനിക്കുന്നത്. അതിൽ ആ സാധനം IPS ഉദ്യോഗസ്ഥനെ ചുമര് ചാരിയിട്ട് ലാലേട്ടൻ ഒരു കലക്ക് കലക്കുന്നുണ്ടല്ലോ, അത് ഗംഭീര സാധനമായിരുന്നു. അതുവരെ ലോല് വന്ന സാധനം വൻ ഹൈയിലേക്ക് പോയി. ആ ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു ചരിത്ര സംഭവമായിട്ട് മാറും. ചരിത്രം സെറ്റാണ്. 1000 മലയാള സിനിമയിൽ 1000 കോടി ഉറപ്പാ. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരു പഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി പടം. വേറെ ലെവല്. കുറേശ്ശെ പൊളി, ഒന്നും പറയില്ല. ഇംഗ്ലീഷ് പടം കാണത്തില്ല. ഒന്നും പറയില്ല. അതായത് മലയാളത്തിൽ ഇനി പൃഥ്വിരാജിനെ തട്ടങ്ങ് താഴ്ന്നു തന്നെ ഇരിക്കും. ഇനി ആരൊക്കെ വന്നാലും വേറെ ഇനി ഈ പടം ചരിത്രത്തിൽ ഇങ്ങനെ കല്ലിലേത് കുത്തിവെക്കുന്ന പറയല്ലേ, അതും അല്ലെങ്കിൽ വെച്ചെങ്കിൽ ഇതുവരെ വേറെ ലെവൽ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മലയാളത്തിന്റെ സൂപ്പർ. വേറെ ഒന്നും പറയില്ല. നല്ല ആവേശമുണ്ട്. ഫസ്റ്റത്തെ പാട്ട് അടിപൊളിയാണ്. അടിപൊളി പടം. എല്ലാ രോമാഞ്ചം. പാട്ടിലോടെ ആയിട്ടില്ല, ഒരു പാട്ടേ ആയിട്ടുള്ളൂ. നല്ല ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അത് സെക്കൻഡ് ഹാഫിലേക്ക് ഇനി മെയിനായിട്ട് വരുള്ളൂ, ഇതായി വരുന്നുള്ളൂ. കുഴപ്പമില്ല. അടിപൊളി അടിപൊളി. മോനെ എങ്ങനെയുണ്ട്? മോഹൻലാൽ മാമൻ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. എങ്ങനെയുണ്ട്? ഫാമിലി ഫസ്റ്റ് ഹാഫ് ഉഷാറാ.